ശ്രീ രാഹുൽ ഈശ്വർ, ശബരിമലയുടെ വിഷയത്തിൽ വളരെയധികം ജാഗ്രത കാണിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. നിലവിലുള്ള വാർത്തകൾ, അതായത് ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്ന വാർത്തകൾ, ശബരിമലയിൽ നിന്ന് സ്വർണം കടത്തിക്കൊണ്ടുപോയി എന്ന് വ്യക്തമാകുന്ന വാർത്തകളാണ്. അതായത് സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശാനായി എത്തിച്ചത് പുതിയ ചെമ്പുപാളി, അതായത് ശബരിമല ദ്വാരപാലക ശില്പത്തിന്റെ മുകളിലുണ്ടായിരുന്ന പാളിയുടെ അതേ ആകൃതിയിൽ നിർമ്മിച്ച പുതിയ ചെമ്പുപാളിയാണ് എത്തിച്ചത് എന്നാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഭാരവാഹി നൽകുന്ന മൊഴി. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ശബരിമലയിൽ ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് കൊള്ള നടക്കുന്നത്? സിമ്പിളായി 3 പോയിന്റുകളിൽ ശബരിമലയിൽ സംഭവിച്ച കാര്യം ഞാൻ പറയാം. ഒന്നാമത്തെ പോയിന്റ്, ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു. രണ്ടാമത്തെ പോയിന്റ്, ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു. മൂന്നാമത്തെ പോയിന്റ്, ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു. ഇതിന് വേറെ എന്ത് ഡെക്കറേറ്റ് ചെയ്ത് പറഞ്ഞാലും കുഴപ്പമില്ല. മോഷണം, തെഫ്റ്റ്, ചോരി, അപഹരണം തുടങ്ങി പല ഭാഷകളിൽ അറിയപ്പെടുന്ന ആ പ്രതിഭാസമാണ് ശബരിമലയിൽ സംഭവിച്ചത്. ദേവസ്വം ബോർഡിന്റെ അറിവും സമ്മതവും മാത്രമല്ല, നേതൃത്വത്തോടുകൂടി ശബരിമലയിൽ സ്വർണം മോഷ്ടിച്ചു. ഇനി എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നലത്തെ, അതായത് ഒക്ടോബർ 6 വിധിന്യായം പേജ് നമ്പർ 10, 17 പാരഗ്രാഫ് ഹൈക്കോടതി രേഖപ്പെടുത്തുന്നു. ദർ ഇസ് എ ഗ്രേവ് ആൻഡ് ഡിസ്റ്റിങ് പോസിബിലിറ്റി. വളരെ ഗ്രേവും ഡിസ്റ്റിങ്റ്റുമായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. വലിയ വിലയ്ക്ക് ശബരിമലയിലെ പഴയ ഒറിജിനൽ സ്വർണ്ണപ്പാളികൾ മറിച്ചു വിറ്റു എന്നുള്ളത് രാഹുൽ ഈശ്വർ ആകാശത്ത് നോക്കി കണ്ടെത്തുന്നതല്ല. ഞാനൊക്കെ ആദ്യ ദിവസം മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം യഥാർത്ഥത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നമ്മളിതിൽ ഓർക്കേണ്ട സീരിയസ്നെസ്, ചമ്പൽ കൊള്ളക്കാർ പോലും അവരുടെ ഗ്രാമക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിക്കില്ല. ഞാൻ അതും വെറുതെ പറയുന്നതല്ല, അതിന് റെക്കോർഡ്സ് ഉണ്ട്. ചമ്പൽ കൊള്ളക്കാർ പോലും അവരുടെ ഗ്രാമദേവതയിൽ നിന്ന് മോഷ്ടിക്കില്ല. പക്ഷെ ദേവസ്വം ബോർഡുകാർ, ഈ ദേവസ്വം ബോർഡ് നിലനിൽക്കുന്ന 4000-ലധികം ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരെ ഊട്ടുന്ന, അവരുടെ ജീവിതത്തിനും കുടുംബത്തിനും കാശ് കൊടുക്കുന്ന അയ്യപ്പ സ്വാമിയുടെ സ്വർണം മോഷ്ടിച്ചു എന്നുള്ളതാണ് സത്യം. ഇനി എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രമേ ഒതുങ്ങാൻ കഴിയില്ല? കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലല്ലോ സ്വർണ്ണപ്പാളികൾ ചെമ്പാണെന്ന് പറഞ്ഞത്. 1.5 കിലോഗ്രാമാണ് 2 ദ്വാരപാലക ശില്പങ്ങളിലൂടെ സ്വർണം പതിച്ചിരിക്കുന്നത്. പൂശിയിരിക്കുന്നതല്ല, പതിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയുടെ വാക്കുകൾ കടമെടുത്താൽ അങ്ങോട്ട് പോയപ്പോൾ സ്വർണം പൂശി, ഇങ്ങോട്ട് വന്നപ്പോൾ സ്വർണം പ്ലേറ്റ് ചെയ്തു. അതാണ് സംഭവിച്ചത്. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്, നമ്മൾ സാധാരണക്കാർക്ക് സ്വർണം പൂശിയാലും പ്ലേറ്റ് ചെയ്താലും വ്യത്യാസമൊന്നും അറിയാൻ കഴിയില്ല. അപ്പോ അങ്ങോട്ട് പോകുമ്പോൾ അടുക്കി വെച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ എടുത്തുകൊണ്ട് തിരിച്ചു വരുമ്പോൾ അതിന്റെ 5-1 മാത്രം ചിലവുള്ള സ്വർണ്ണ പ്ലേറ്റിംഗ് എന്ന കാര്യം ചെയ്ത് അതിൽ മഞ്ഞ കളർ കൂട്ടിയടിക്കാൻ പറ്റും. എനിക്കറിയില്ലായിരുന്നു. ചില സ്വർണ്ണപ്പടിക്കാരോട് സംസാരിച്ചപ്പോഴും അവർ TV-യിൽ വന്ന് പറഞ്ഞപ്പോഴുമാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ നമുക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടെ ഫ്രഷ് ആയി, കുറച്ചുകൂടെ ബെറ്റർ ആയി എന്ന്. അപ്പോ സ്വർണ്ണപ്പാളികൾ 1.5 കിലോഗ്രാം സ്വർണ്ണപ്പാളി ദ്വാരപാലക വിഗ്രഹങ്ങളിൽ നിന്ന് മാത്രം മോഷ്ടിച്ചു. തീർന്നില്ല, വാതിലിന്റെ കട്ടളയുണ്ട്. ആ കട്ടളയിൽ നിന്നും സ്വർണ്ണപ്പാളികൾ എടുത്തു, പകരം സ്വർണം പൂശി കൊണ്ടുവന്നു. ആ പൂശിയ സ്വർണം പല ആൾക്കാരുടെ നിന്നും ഒരുപാട് മേടിച്ച് അതിൽ ചെറിയ സ്വർണം എടുത്ത് പൂശി. ഇനിയും ഒറ്റ ചോദ്യമേ ഉള്ളൂ. ശബരിമല ദ്വാരപാലക വിഗ്രഹങ്ങളിലെ ഒറിജിനൽ തങ്കപ്പാളികൾ 24 ക്യാരറ്റ് എന്ന് പറയുന്നു, ഇംഗ്ലണ്ടിൽ നിന്നോ സ്വിറ്റ്സർലാൻഡിൽ നിന്നോ കൊണ്ടുവന്നാണെന്ന് പറയുന്നു. ആ തനി തങ്കപ്പാളികൾ എവിടെ? അത് മറച്ചു വിറ്റു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രം മറച്ചു വിൽക്കാൻ പറ്റുമോ? ഇല്ല. കാര്യം ദേവസ്വം ബോർഡുകാർക്ക് ഇതറിയാം. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. യെസ്, വളരെയധികം നന്ദി ശ്രീ രാഹുൽ ഈശ്വർ.